നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട ഒരു ബൈക്ക് മോഷണം പോയി. ഡിവൈഎഫ്ഐ നേതാവിന്റെ ബൈക്കാണ് മോഷണം പോയത്. സ്റ്റേഷന് മുന്നിൽ വന്ന് കളവ് നടത്താൻ ധൈര്യം കാണിച്ച മോഷ്ടാവ് ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി മുരുകേഷനാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പിടിയിലായത്. ബൈക്ക് വാളയാറിൽ ഒളിപ്പിച്ച ശേഷം തമിഴ്നാട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് മുരുകേശൻ വലയിലായത്. ഈ മാസം 14-നാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ഇരുചക്ര വാഹനം മോഷണം പോകുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിരുന്ന വാഹനമാണ് മോഷണം പോയത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ വിഷയം വലിയ രീതിയിൽ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. ഏതായാലും പോലീസ് വലിയ രീതിയിലൊരു അന്വേഷണം നടത്തുന്നു. അവർ CCTV ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ വിനോദ് കുമാറിന്റെ മോഷണം പോയിട്ടുള്ള ആ വാഹനം കണ്ടെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള തിരുച്ചിറപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശിവമുരുകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുരുകേശൻ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ ബൈക്ക് മോഷ്ടിച്ചതെന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും വിനോദ് കുമാർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ ബൈക്ക് കിട്ടില്ല എന്ന് കരുതിയാണല്ലോ ആദ്യം? തീർച്ചയായും ഞാൻ ഇത് അതിർത്തി കടന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തായാലും അറിയാലോ പൊളിച്ചിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ ബൈക്കുകളും അതുപോലെ പൊളിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. എന്നാൽ നേരെ അതിന് പ്രതീക്ഷിക്കാതെ തന്നെ എങ്ങനെയാണോ ബൈക്ക് ഇവിടുന്ന് പോയത് അതേപോലെ തന്നെ ഒരു പോറലും മുതൽ ഏൽക്കാതെ നമ്മുടെ പോലീസ് അത് തിരിച്ചേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം 14-ാം തീയതി ബൈക്ക് പോയി ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ ബൈക്കിനും അതുപോലെ തന്നെ പ്രതിയെയും പിടിച്ച് കൊണ്ടുവരാൻ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മാഡം ഹേമലത മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള അംഗം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബൈക്ക് നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിഞ്ഞത്. ഏതായാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം നടത്തി ആ പ്രതിയെ പിടികൂടി ഇപ്പോൾ ആ വാഹനവും പോലീസ് കണ്ടെത്തി പാലക്കാട്ടേക്ക് എത്തിച്ച് ഉടമയ്ക്ക് നൽകിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ.